ശാസ്ത്രീയമായ രീതിയിൽ ഉറങ്ങുന്ന കുട്ടിയെ എങ്ങനെ കൊഞ്ചിക്കാം അത് ഞാൻ കാണിച്ചു തരാം. കൊച്ചാണെന്നല്ലോ. ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ? ഇല്ല. പറയണോ? വേണ്ട, ഞാനിവിടെ ഇല്ലെന്ന് നീ പറ. ശരിയാവില്ല, നീ ഒന്ന് ഒതുങ്ങിയ. നീ ഇതെങ്ങോട്ട് കയറുവാ? ഞാനിവിടെ ഇല്ലെന്ന് എന്ന് പറ. ചെല്ല്, ഇറങ്ങി വരാ. ദേ പോണവൻ, രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ, പിടിക്കവനെ. എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ 2 കുട്ടികളെയാണ് കാണാൻ പോകുന്നത്. ഒന്ന് ആശക്കുട്ടിയുടെ ആൺകുട്ടി, മറ്റേത് സഞ്ജന ചേച്ചിയുടെ പെൺകുട്ടി. അങ്ങനെ ആദ്യം നമ്മൾ പോയത് ആശക്കുട്ടിയുടെ ആൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കുട്ടിയുടെ ചരട് കെട്ടാണ്. ഒരു പ്രാസം കിട്ടാനാണ് ഞാൻ ആശക്കുട്ടിയുടെ കുട്ടി എന്ന് പറഞ്ഞത്. ആശക്കുട്ടീനെ തന്നെയാണ് ഡിഗ്രി തൊട്ടേ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആരാണ് ആശക്കുട്ടി? ഇപ്പോൾ ആശ കിരൺ ആയിട്ടുള്ള ഈ ഒരു കുട്ടിയുടെ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ. എൻ്റെ സന്തോഷത്തിലും സുഖത്തിലും എല്ലാത്തിലും എൻ്റെ തനി സ്വഭാവം എല്ലാം കണ്ട എൻ്റെ അത്രയും അടുത്ത ക്ലോസ് ഫ്രണ്ടാണ് ആശ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ചരട് കെട്ടിനൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു 3 വർഷത്തോളം ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് കളിച്ച് വളർന്ന നമ്മൾ അതിലൊരാളൊരമ്മയായി ആ കുട്ടിയെ കാണുമ്പോൾ ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ പലതും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായി ഞാൻ അങ്ങനെ ഒരു ചടങ്ങിൽ, അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ചരട് കെട്ടുന്നുള്ള ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ നോക്കുന്നതും കാണുന്നതും അറിയുന്നതും. ഓരോരുത്തരായി സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കിരൺ ചേട്ടൻ്റെ കയ്യിലേക്ക് കുട്ടിയെ കൈമാറുകയാണ്, താലം കൈമാറുന്ന പോലെ. അത് മറ്റൊന്നിനുമല്ല, പേരിടൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. കുട്ടിയുടെ ചെവിയിൽ 3 പ്രാവശ്യം കൊണ്ട് പറയണമെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം അതിൻ്റെ ചടങ്ങിൻ്റെ ആരംഭം ഒരു കുരുമുളക് കഴിക്കണം എന്നുള്ളതാണ്. അതിനുള്ള ചിരിയും കോമഡിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ കുരുമുളകൊക്കെ ചവച്ചതിന് ശേഷം വെറ്റില ഒരു ഭാഗത്ത് വെച്ചിട്ട് അടുത്ത ചെവിയിൽ പേര് 2-3 വട്ടം പറയുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടിയുടെ പേരൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അത് നിങ്ങൾ പതിയെ മനസ്സിലാക്കാം. ചരടുകെട്ട് കഴിഞ്ഞപ്പോഴേക്കും മോൻ നല്ല ഉറക്കത്തിലായി. അപ്പോൾ ആർക്കും യാതൊരു വിധത്തിലുള്ള ശല്യവും പിന്നെ ഉണ്ടാക്കിയില്ല. ഇടയിൽ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. കാരണം മുഴുവനും ബന്ധുക്കളായതുകൊണ്ട് നമുക്കതല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. അങ്ങനെ ആ ഉറങ്ങുന്ന കുട്ടിയും വെച്ചിട്ട് ഫോട്ടോഷൂട്ടായിരുന്നു. ഉറക്കത്തിലും ചിരിക്കാൻ കുട്ടി മറന്നിട്ടില്ല. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുട്ടിയുടെ പേര് റിവീൽ ചെയ്യുകയാണ്. അങ്ങനെ കിരൺ ചേട്ടൻ പേര് റിവീൽ ചെയ്യുന്നു. അങ്ങനെ ആശയ്ക്കും കിരൺ ചേട്ടനും 2 പേരാണ് ഇഷ്ടപ്പെട്ടത്. കുട്ടിയുടെ പേരെന്താ? 2 കൂടെ ചേർത്ത് ഒറ്റ പേരായി ഋതുൽ ശ്രേഷ്ഠവ് എന്നുള്ള പേര് അവർ ഇട്ടു. ഋതുൽ എന്ന പേരിന്റെ അർത്ഥം സത്യമന്വേഷകൻ അല്ലെങ്കിൽ സത്യവാൻ, ശ്രേഷ്ഠവിന്റെ അർത്ഥം ഉത്തമൻ. 2 കൂടി ചേരുമ്പോൾ സത്യമന്വേഷകനായ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ സത്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായവൻ. ഇതൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച അർത്ഥങ്ങളാണ്. അവരുദ്ദേശിച്ചതിന്റെ അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. അങ്ങനെ ചരടുകെട്ടിന്റെ സദ്യ പ്രതീക്ഷിച്ചു പോയ ഞങ്ങളുടെ മുമ്പിൽ എത്തിയത് ചിക്കൻ ബിരിയാണി വിത്ത് പായസം. അങ്ങനെ അതെല്ലാം കഴിച്ച ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ സാൻഡ്രേഡിന്റെ വീടിന്റെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ആശയുടെ വീട്. അങ്ങനെ അവിടെ പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് സഞ്ജന ചേച്ചിയുടെ വീട്ടിലേക്കാണ്. സഞ്ജന ചേച്ചി എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്. എൻ്റെ അച്ഛൻ ട്വിൻസ് ആണ്, അതിലെ അനിയനാണ്. അപ്പോൾ സ്വന്തം ചേച്ചി എന്ന് വേണമെങ്കിൽ പറയാം. ആ ചേച്ചിയുടെ 2ാമത്തെ മോളാണ് എൻ്റെ മടിയിൽ എങ്ങനെ കിടക്കുന്നത്. ചേച്ചിയുടെ വീടും ഏകദേശം വർക്കല അടുപ്പിച്ചാണ്. ഇപ്പോൾ വർക്കല കോളേജിലായ സമയത്തായിരുന്നു ചേച്ചിയുടെ കല്യാണം. അന്നൊക്കെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാമെന്നൊക്കെ പറഞ്ഞവരെല്ലാവരെയും പറ്റിച്ചതിന് ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ അങ്ങനെ അവരെ വീട് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചേച്ചിയുടെ മൂത്ത കുട്ടിയാണ് ആ ഓടിക്കളിക്കുന്നത്. അവൾക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി അവിടെ പിറകെ ഞാൻ ക്യാമറയും കൊണ്ട് ഓടി അങ്ങനെ അവൾ പേടിച്ച് വീണു. അതിനുശേഷം കുറച്ച് ഓടിക്കളിയും ബഹളമൊക്കെ ആയിരുന്നു. ഒരു രക്ഷയില്ലാതെ അവിടെ റൂമിൽ കയറുന്നു, കട്ടിലിൽ കയറുന്നു. അവസാനം കട്ടിലിന്റെ അടി വരെ എത്തിയിട്ട് ഞാൻ വെറുതെ വിട്ടില്ല. എന്താണെന്നറിയില്ല, കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോൾ എനിക്ക് അവരെ കുറച്ചും കൂടി ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല സംസാരപ്രിയയാണ്. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല. പക്ഷെ അവിടെ എവിടെയെങ്കിലും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓടിക്കളയും. അത്ര മാത്രമേ ഉള്ളൂ അവരുടെ ഒരു പ്രശ്നം. അങ്ങനെ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി ഇഷ്മോളെ ഞാൻ ഇഷ്മോളുടെ അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അങ്ങനെ വളരെ വിഷമത്തോടെ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങുകയാണ്. എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ മോള്, ആന്റിയുടെ മോള്, അങ്ങനെ പെൺകുട്ടികളെ മാത്രം നോക്കി വളർത്തിയ ഒരു ശീലമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് ഇഷാനി മോക്കുക ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ അങ്ങനെ തിരികെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.